ഒട്ടും പറ്റൂലായിരുന്നു. അത് അത്യാവശ്യം വണ്ടി ഓടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഴുക്കുമായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ആണ്. അപ്പോൾ എൻ്റെ തന്നെ വൺ ഓഫ് ദ പേഴ്സണൽ മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഹിമാലയൻ 450 എന്ന് പറയുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയും. ഈ ഒരു പുതിയ ലൈനപ്പ് ഉണ്ടല്ലോ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഹിമാലയൻ 450 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾ ആ ഒരു 100ൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട്. ഏകദേശം 1000 ലൈക്കാണ് ഞാൻ ടാർഗറ്റ് വെച്ചത്. അതുതന്നെ ഏകദേശം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സെയിം ഒരു 1000 ലൈക്സ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷനിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇതിനൊരു വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഓണറിൻ്റെ ഫീഡ്ബാക്ക് ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം ഹെഡ്ലൈറ്റ് ഓക്കെയാണ്. പിന്നെ എക്സ്ട്രാ ആക്സറീസ് ലൈറ്റ് കാര്യങ്ങൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോഗി കണ്ടീഷനിലൊക്കെ നമുക്ക് അത്യാവശ്യം സർവൈവ് ചെയ്യാനുള്ള സെറ്റപ്പ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുതിയ LED സെറ്റപ്പാണ്. അപ്പം റോയൽ എൻഫീൽഡ് നമ്മൾ പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പുതിയ ഒരു അപ്ഗ്രേഡ് ഫുള്ളി നടത്തിയിട്ടുണ്ട്. അതായത് 100ൻ്റെ കാര്യം നോക്കിയാലും ഗൊറില്ലയുടെ കാര്യം നോക്കിയാലും ഒരുപാട് അപ്ഡേറ്റ്സ് അവർ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓൾഡ് സ്റ്റൈൽ മോട്ടോർ സൈക്കിൾസ്, ആ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് റോയൽ എൻഫീൽഡ് ശ്രമിക്കുന്നുണ്ട്. ടെക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും ഒരുപാട് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു സൈഡ് പ്രൊഫൈലിലോട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാസ്കുലിനായിട്ടുള്ള ടാങ്കാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 17 ലിറ്ററാണ്. അപ്പം അത്യാവശ്യം നല്ല ഒരു ലോങ് റൈഡൊക്കെ പോകാനാണെങ്കിലും ഇതിനൊരു ടാങ്ക് കേപ്പബിൾ ആണെന്ന് തന്നെ പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിളിൻ്റെ 50 ലിറ്റേഴ്സാണ്. അത് പഴയ ഹിമാലയൻ്റെ ഏകദേശം 50 ലിറ്റേഴ്സാണ്. അവിടുന്ന് 2 ലിറ്റർ എക്സ്ട്രാ കൂട്ടി ഒരു അപ്ഗ്രേഡ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ഒരു സീറ്റ് ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പ്ലാനറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 170 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇത് ഓക്കെ ആണ് എന്ന് തന്നെ പറയാം. ഇനി അവിടെ നമ്മുടെ ഒരു ബാക്ക് ടെയിൽ ലൈറ്റ് സെക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ ഒരു പുതിയ വെർഷൻ വന്നു, ഒരു ഫുള്ളി ബ്ലാക്ക് വെർഷൻ വന്നിട്ടുണ്ട്. അത് കാണാൻ ഒരു രക്ഷയില്ല, വല്ലാത്തൊരു ഫീലാണ് തരുന്നത്. പക്ഷേ ഈ ഒരു വേരിയൻ്റ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്തു പോലെ നമ്മുടെ ഒരു BMW നമ്മുടെ GSൻ്റെയൊക്കെ കണ്ടുവരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു മോഡലിന് ഇതുപോലെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം ഏകദേശം ആ ഒരു സെറ്റപ്പാണ്. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ആ ഗൊറില്ല 450ൽ വന്നത് എനിക്ക് ഈ ഒരു ഹിമാലയനെക്കാട്ടിയും കുറച്ചുകൂടെ ഈ എൻജിൻ സൂട്ടായിട്ടും ആ ഒരു ഫീല് കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗൊറില്ല 450 ആണ്. പ്രത്യേകിച്ച് എനിക്ക് ആ ബൈക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ഒരു ഭാവിയിൽ ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിൽ ഞാൻ നോക്കുന്നൊരു ബൈക്കാണ് ഈ ഗൊറില്ല 450 എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് USD ഫോക്സും കാര്യങ്ങളുമാണ് വരുന്നത്. അപ്പം അത് കുറച്ചൊരു ബെറ്റർ, അത് ഷോവയുടെ സെറ്റപ്പാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് USDയിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ബൈബ്രയുടെ ബ്രേക്കിംഗ് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ബ്രേക്കിംഗ് ബൈറ്റും ഉണ്ട്. പക്ഷേ ഇതിനൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് പൊതുവേ റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ഫീഡ്ബാക്ക് കിട്ടും, പക്ഷേ ബൈക്കിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ഹയർ സ്പീഡിൽ പോയി കഴിയുമ്പോൾ കുറച്ച് സ്ലഗിഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അതായത് ഒരു ബൈറ്റ് നമുക്കിപ്പോൾ ഒരു KTM അതുപോലെ തന്നെ ഒരു സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ റോയൽ എൻഫീൽഡ്സ് പൊതുവേ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രേക്കിംഗ് ബൈറ്റ് കുറവായിരിക്കും, പക്ഷെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടും. അതായത് ഈ ഒരു ബൈക്കിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തെറിച്ച് പോകുന്നൊരു ഫീലില്ല, പക്ഷേ നമുക്ക് ആ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പം നമ്മുടെ ബൈക്കിൻ്റെ ബാക്ക് ബ്രേക്കിംഗ് സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ആ ഒരു നമ്മൾ ആ ഒരു വെയിറ്റിൻ്റെ ഇഷ്യൂ ഉള്ള ഫീഡ്ബാക്ക് ബാക്കിലും ഫ്രണ്ടിലും നമുക്കത് വരുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ബൈക്കിൻ്റെ ബാക്ക് ടയർ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 140 സെക്ഷൻ ടയർ സൈസാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ 90 സെക്ഷൻ വീൽസാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു നെഗറ്റീവെന്ന് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് ട്യൂബ്ലെസ് അല്ല വരുന്നത്. അതൊരു നെഗറ്റീവായിട്ട് എടുത്ത് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ വെർഷൻ വരുമ്പം അതിന് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇന്ത്യൻ വേരിയൻറ്റിൽ അതൊരു ട്യൂബ്ലെസ്സും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് എക്സ്ട്രാ ഒരുപാട് ആക്സറീസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. ഓൾറെഡി ഇതൊരു 7000 കിലോമീറ്റേഴ്സ് മാത്രം കവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മളൊരു ന്യൂലി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എടുത്ത് റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും ബെനിഫിഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഓടി അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബൈക്ക് എടുത്ത് റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഷോറൂമിനെ പറ്റിയോ അതുപോലെ തന്നെ വണ്ടിയുടെ നെഗറ്റീവൊക്കെ നമുക്ക് തുറന്ന് പറയാൻ പറ്റും. ലൈക്ക് നമ്മൾ ആരെയും പേടിക്കേണ്ട,
അല്ലെങ്കിൽ ഒരു ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. ഈ ഒരു കേസിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ബൈക്കിൻ്റെ സീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്കൂപ്പ് വരുന്നത്. അപ്പം ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് കുറച്ച് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് പോർഷനിൽ പ്ലാനറ്റ് ഫുഡ് കിട്ടും. നമ്മൾ ലോങ് റൈഡിലോട്ടൊക്കെ പോകുമ്പം കുറച്ചൊന്ന് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റാണ് ഈ ഒരു ഹിമാലയൻ വരുന്നത്. ഇനി ബാക്ക് ഒരു പില്ലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്രത്തോളം കംഫർട്ടബിൾ ആവണമെന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ഓണർ പറഞ്ഞതാണ്, ഇപ്പം എൻ്റെ കൂടെ പുള്ളി പില്ലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇല്ല എന്നുള്ള രീതിയിലാണ് ഒരു ഫീഡ്ബാക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മുടെ ആ ബൈക്കിൻ്റെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഫ്രണ്ട് സസ്പെൻഷനെ പറ്റി ഷോവയുടെ സസ്പെൻഷനാണ്. ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ റൈഡറിന് ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ പില്ലിൻ്റെ കേസിൽ നല്ല രീതിയിൽ അടി വരുന്നുണ്ട്. അത്യാവശ്യം കട്ടറും കാര്യങ്ങളും ചാടുമ്പം പില്ലിന് കുറച്ചൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ആ ലഗേജ് ക്യാരിങ് കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഇത് താങ്ങുന്നുണ്ട്. 7 kgs ആണ് അവർ ലിമിറ്റ് പറയുന്നത്, പക്ഷേ അതിൽ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 40 bhpയും അതുപോലെ 40 Nm ടോർക്കുമാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ പവർ ഏകദേശം ലോവർ RPM തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇനീഷ്യൽ പഞ്ച് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി മച്ച് ബെറ്ററാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ 390 ഒക്കെയാണ് ഇതിനൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ വെച്ച് നോക്കുമ്പം ലോ എൻഡിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യൽ പഞ്ച് കിട്ടുന്നൊരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു ഹിമാലയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൈക്കിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ചെളി അവിടെ ഇവിടെയൊക്കെ കാണും. കാരണം ഇത് 350 kilometers ഇപ്പോൾ ഓടിച്ച് വന്ന ബൈക്കാണ്. അതായത് നിലമ്പൂരിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചാണ് പുള്ളി വന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചെളിയും കാര്യങ്ങളും കുറച്ചധികം ചെളിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. നമ്മൾ കൂടുതൽ ആ സ്പെക്കും അതുപോലെ ആ ബൈക്കിൻ്റെ ഫീലിനെ പറ്റി സംസാരിക്കുക. എസ്തെറ്റിക്സ് നമ്മൾ നോക്കുക വേണ്ട. അപ്പോൾ നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്യൂർലി ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ്. അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു വിൻഡ് ബ്ലാസ്റ്റിൻ്റെ ഭാഗത്തോടൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു വൈസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് എത്രത്തോളം വിൻഡ് ബ്ലാസ്റ്റ് തടയുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പം ഈ ഒരു വൈസർ പോരാതെ വരും. കാരണം എക്സ്ട്രാ ഇതിന് ഒരുപാട് ആക്സറീസും കാര്യങ്ങളും നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ആ ഒരു വണ്ടിയുടെ റൈഡിംഗ് പൊസിഷനാണ്. അപ്പം റൈഡിംഗ് പൊസിഷനെ പറ്റി പറയുവാണെങ്കിൽ അത്യാവശ്യം റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡൊക്കെ പോകാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിളാണ് ഹിമാലയൻ. ഓൾറെഡി ആ ഒരു കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ലഡാക്ക് പോലുള്ള ഡെസ്റ്റിനേഷനിൽ പോകുന്നത് ഇതുപോലുള്ള മോട്ടോർ സൈക്കിളാണ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്കിതിന് 10ൽ 10 മാർക്കും കൊടുക്കാൻ തന്നെ പറയാം. പിന്നെ ഈ ഒരു മിറേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇരിക്കുന്ന ഒരു എക്സ്ട്രാ ആക്സറി ആയിട്ട് വരുന്ന ഒരു മിററാണ്. ഇപ്പം ഇതിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ അതങ്ങ് ഇഗ്നോർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഒരു മിറർ കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര യൂസായിട്ട് തോന്നിയില്ല. കാരണം ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇവിടെ വരുന്ന ആ ഒരു മിററാണ്, നോർമൽ ഹാൻഡ് മിററാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ ബാറിൻ്റെ മിറേഴ്സിലോട്ട് വരുമ്പം ഈ ഒരു ആംഗിളിൽ ഇരിക്കുമ്പം അതിനൊട്ടും തന്നെ വിസിബിലിറ്റി കിട്ടാറില്ല. ഇനിയിപ്പം ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം വണ്ടി ഹീറ്റ് ആവാറുണ്ട്. അപ്പോൾ ഇത്രയും കേപ്പബിലിറ്റി ഉള്ള മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പം അതൊരു മോശമായ ഹീറ്റിംഗ്. ഇപ്പം പഴയ ജനറേഷൻ ഹിമാലയൻ വെച്ച് നോക്കുമ്പം എനിക്ക് ഹീറ്റിംഗ് കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. അപ്പം അത്യാവശ്യം പുതിയ ലിക്വിഡ് കൂളിംഗ് സെറ്റപ്പ് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പറ്റൂലായിരുന്നു. അത്യാവശ്യം വണ്ടി ഓടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഴുക്കുമായിരുന്നു. ഈ ഹിമാലയനകത്ത് ഏറ്റവും ഞാൻ ഫീൽ ചെയ്യുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹീറ്റിംഗ് ആയിരുന്നു. പക്ഷേ അത് വെച്ച് നോക്കുമ്പം ഹീറ്റിംഗ് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫുഡ് പാക്കൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് സെറ്റായിട്ടാണ് വന്നിരിക്കുക. നമുക്ക് കറക്റ്റ് നേരെ നിവർന്നിരുന്ന് ഓടിക്കാം. ഒട്ടും തന്നെ സ്പോട്ടി അല്ലാത്ത രീതിയിലാണ് ഫുഡ് പാക്കും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ് ആയിട്ടുള്ള പൊസിഷനാണ്. ഇപ്പോൾ പില്ലിൻ്റെ കേസ് നോക്കുകയാണെങ്കിലും പില്ലിന് ഓക്കെയാണ്. പക്ഷേ ലോങ് റൈഡിൽ ഒരിക്കലും ഞാൻ ഒരു പില്ലിനെ പ്രിഫർ ചെയ്യുന്നില്ല. പില്ലിന് അത്രത്തോളം ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബൈക്ക് കൈ കൊടുത്താൽ നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ലോ എൻഡ് RPMലാണ് ഓവറോൾ ഫുൾ പവർ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നിഷ്പ്രയാസം നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒട്ടും തന്നെ ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലാഗ് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു റോഡിനെ പറ്റി പറഞ്ഞാൽ ഇതിൻ്റെ കോൺട്രിങ് കേപ്പബിലിറ്റി, ഇത് അങ്ങനെ കോൺട്രിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന മോട്ടോർ സൈക്കിൾ അല്ല.
പക്ഷേ നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നല്ല രീതിയിൽ കോൺട്രിങ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം നമ്മൾ ആ ഒരു ഓടിച്ച് നോക്കിയ ഒരു ഫീഡ്ബാക്കിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും ഓക്കെയാണ്. ഇതിപ്പം ഒരു ഡുവൽ പർപ്പസ് പോലത്തെ സെറ്റപ്പുള്ള ടയറാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം നമുക്ക് ഈ ഒരു ബൈക്ക് ഒരിക്കലും ട്രാക്ക് ഓറിയൻറ്റഡ് അല്ല. അപ്പോൾ നമുക്കതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ പോലെ നമ്മൾ ഈ ഇങ്ങനൊരു റോഡിൽ ഇപ്പോൾ ഓടിക്കുമ്പം എനിക്ക് എസ്പെഷ്യലി അങ്ങനെ വലിയ ഗ്രിപ്പ് കുറവായിട്ടൊന്നും തോന്നില്ല. ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത്യാവശ്യം ബ്രേക്കിംഗ് ഓക്കെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന രീതിയിലുള്ള ഒരു കടിച്ച് കറക്റ്റായിട്ടങ്ങ് പിടിക്കുന്ന രീതിയിലുള്ള ഒരു പിടുത്തമൊന്നുമില്ല, നോർമലാണ്. നമുക്ക് ഈ ബൈക്കിന് വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ലാഗായിട്ടാണ് ബ്രേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ബൈക്കിനെ നിർത്താൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം അങ്ങനെ നെഗറ്റീവ് ഒന്നുമില്ല. നമ്മൾ എഞ്ചിൻ ബ്രേക്കിംഗ് കൂടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ബൈക്കിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെ സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു സ്ക്രീനും അതുപോലെ തന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എക്സ്ട്രാ ആക്സസറി ആയിട്ട് ഇതിൻ്റെ ഓർഡർ ചെയ്തതാണ്. അപ്പം ഇതൊക്കെ എന്തായാലും നമുക്കറിയാം ഇപ്പം ഒരു ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇൻ കേസ് ഓഫ് എനി ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു റെക്കോർഡിക്കലായിട്ടുള്ള പ്രൂഫ്. നമ്മളിപ്പോൾ എല്ലാവരും ഫുൾ ടൈം നമ്മളിപ്പോൾ ഞാൻ തന്നെ ആണെങ്കിലും ഗോപ്രോ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ബൈക്കിൽ ഇതുപോലൊരു ആക്സസറി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു സർട്ടൻ ടൈമിലേക്കുള്ള ഫുൾ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഇതിനകത്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ആക്ച്വലി അത് വളരെ ബെനിഫിഷ്യലായിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഈ ഒരു ബൈക്കിൻ്റെ പവർ നിങ്ങളെ കാണിച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ കഴിയുമ്പോൾ ഒരു വളവാണ്. അപ്പം അത്രത്തോളം റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത്യാവശ്യം എന്തായാലും ഈ റോഡെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായിട്ട് ഈ ഒരു റോഡിൽ തന്നെയാണ് വണ്ടി പൊതുവെ ഓടിച്ചു വരുന്നത്. ഞാനിവിടെ 2 വർഷമായിട്ട് കുട്ടിക്കാനതുണ്ട്. ഞാൻ ഇവിടെ MBA ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ തന്നെ ഉണ്ട്. പക്ഷേ അതൊരു അനാവശ്യമായ റിസ്ക് എടുക്കാൻ ഞാൻ പൊതുവെ പ്രേരിപ്പിക്കാറില്ല. നമുക്കറിയാത്ത റോഡാണെങ്കിൽ മാക്സിമം മര്യാദയ്ക്ക് ഓടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ്. നല്ല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റോഡുകളിൽ ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീലെന്ന് പറഞ്ഞാൽ അത് റോയൽ എൻഫീൽഡിന് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ ഒരു ഇതുപോലുള്ള ഒരു അഡ്വഞ്ചറസ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം യൂഷ്വലി നമ്മുടെ ഒരു മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സെയിൽസും കാര്യങ്ങളും ഇതുപോലുള്ള എക്സ്പൾസ്, ഹിമാലയൻ, അഡ്വഞ്ചർ 390 പോലുള്ള ബൈക്കുകൾക്ക് കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ റോഡിൻ്റെ ആ ഒരു ഇതാണ്. നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെൻറ് അതിൻ്റെ ട്രാക്ക് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ട്രയൽസും കാര്യങ്ങളും റോഡിൽ തന്നെ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള ബൈക്കുകളിന് ഒരു പ്രത്യേക സ്നേഹം കൂടി വരുന്നത്. അതായത് സെയിൽസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു ഹിമാലയൻ അത്യാവശ്യം നല്ല രീതിയിൽ സെയിലും കാര്യങ്ങളും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഈ ഒരു പുതിയ മോഡലിന് വരുന്നുണ്ട്. കുറച്ച് പേര് പറയുന്നു അവർക്ക് ആ ഒരു ഓൾഡ് ജനറേഷനോടാണ് താല്പര്യം. അറ്റ് ദ സെയിം ടൈം കുറേ പേര് ഈ ഒരു പഴയ മോഡലിനോട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ റൈഡറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഈ ഒരു പോയിന്റിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഒരു TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പുതിയൊരു അപ്ഡേറ്റിൽ വന്നതാണ്, നമ്മുടെ ഈ ഒരു പുതിയ വേർഷനിൽ വന്നതാണ്. നമ്മൾ ഓൾഡ് ജനറേഷൻ അറിയാവുന്നതും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുറച്ചൊരു പഴയ മോഡലാണെങ്കിൽ പോലും അത് കാണാൻ നല്ല രസമാണ്. ഒരു RPM മീറ്റർ, അതുപോലെ സ്പീഡോ മീറ്റർ. പക്ഷേ ഇത് എല്ലാം ഒന്നിലൊതുക്കി ഇപ്പം റോയൽ എൻഫീൽഡ് പൊതുവേ ആ ഒരു സെറ്റപ്പാണ് ഫോളോ ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ആ ഒരു ഓൾഡർ വെർഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം മിക്ക ബൈക്സിനും ഈ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. ഇനിയിപ്പം അവിടുന്ന് നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഹീറ്റിങ്ങിൻ്റെ ഭാഗം പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ബൈക്ക് ഹീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാലിൻ്റെ ആ ഒരു ലോവർ പോർഷനിൽ നമുക്ക് ഹീറ്റ് അടിക്കുന്നുണ്ട്. എസ്പെഷ്യലി കുറച്ചൊരു ട്രാഫിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ഹീറ്റ് കാലിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബൈക്കിൻ്റെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്തറായിട്ടുള്ള ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പഴയ വെർഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലച്ചൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 6 സ്പീഡ്സ് ഗിയർ ബോക്സാണ് ഇതിന് വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 100ൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കാണ് വരുന്നത്. പഴയ റോയൽ എൻഫീൽഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടൈറ്റായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒട്ടും തോന്നില്ല ഇതൊരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലച്ചാണെന്ന്. ആ രീതിയിലേക്ക് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു മീറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഫ്യൂവലിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതായത് റോങ് ആയിട്ടുള്ള ഫ്യൂവൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. അപ്പം ഈ ഒരു മോഡലിൽ എനിക്ക് ഒട്ടും തന്നെ ഫീൽ ആയിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഇത്രയും ഓടിച്ചത് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു രീതിയിലും അങ്ങനെ ഫ്യൂവൽ റോങ് ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഈ ഒരു മോഡലിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോട്ട് പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം വരുമ്പം എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. കാരണം പഴയ ആ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു തമ്പിങ് ഫീലോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല.
അതൊരു നെഗറ്റീവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ എഞ്ചിൻ്റെ കോൺഫിഗറേഷനിലെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ അവർ മാറ്റി. അവർ ഷെർപ്പ എഞ്ചിൻ കാര്യങ്ങളും കൊണ്ടുവന്നതോടെ നമുക്ക് ആ ഒരു തമ്പിങ് നോയ്സ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് നഷ്ടമായിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചൊരു ചെറിയ നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ബൈക്കിനെ പറ്റി പറയാൻ. അതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള റിവ്യൂ വീഡിയോയാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ബൈക്ക് റിലേറ്റഡ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റുമായി വരുന്നവരെ ഇറ്റ്സ് മീ മോട്ടോ ബാരേറ്റ് സൈനിങ് ഓഫ്.